എന്താന്ന് വെച്ചാലേ നമുക്ക് ഡോക്ടർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം മെഡിസിൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്നല്ലോ തൃശ്ശൂര്. അറ്റൻഡ് ചെയ്തതിനു ശേഷം എന്തൊക്കെ ചേഞ്ചസ് ആ വന്നത് ഡോക്ടർക്ക്? എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇപ്പം ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും ട്രീറ്റ്മെന്റ് രീതിയൊക്കെ? എന്തൊക്കെ ചേഞ്ചസ് ആ വന്നത്? ഞാൻ സത്യത്തിലെ ഈ ഒരു മെത്തേഡ്, അതായത് രാജശങ്കറിന്റെ സാറിന്റെ മെത്തേഡ് നമ്മളൊരു ഞാനിപ്പോ 35 വർഷം ഏകദേശമായി പ്രാക്ടീസ് തുടങ്ങിയത്. അപ്പൊ അന്ന് മുതലേ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള കേസായിരുന്നു. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പൊ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ചു. പ്രാക്ടീസ് ചെയ്യാൻ പറ്റാറില്ല. അങ്ങനത്തെ ഒരു നമ്മൾക്കൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നൊക്കെ വിട്ട് സാധാരണ ഏറ്റവും റിസ്ക് കുറഞ്ഞ രീതിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സാധാരണ ഇപ്പൊ ക്ലാസ്സുകൾ നടക്കുന്ന ടിപ്സ് രീതിയും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ചില കേസിൽ മാത്രം ക്ലാസിക്കൽ മെത്തേഡ് തുടരും. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ ക്ലാസ്സിൽ വരുന്നത്. അപ്പൊ ഇതില് നമ്മളിപ്പോ മിനറൽ കിങ്ഡം പഠിച്ചത്. മിനറൽ കിങ്ഡം വെച്ചുകൊണ്ട് നമ്മൾക്കുള്ള ഗുണം എന്താണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് അവരുടെ ഇപ്പൊ ഞാൻ മറ്റേ സൂപ്പർ ക്ലാസിന്റെ ക്ലാസ്സും കേട്ടിരുന്നു. രാജശേഖരന്റെ സൂപ്പർ ക്ലാസ്സും കേട്ടിരുന്നു. അപ്പൊ സൂപ്പർ ക്ലാസ്സും ഈ റോ വെച്ചിട്ട് നമ്മൾക്ക് കുറച്ചും കൂടെ ആ പേഷ്യന്റിന്റെ ഒരു ഏത് റോയില് വരും എന്ന് നമ്മൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. അപ്പൊ ഈ മിനറൽ കിങ്ഡം കൂടെ കുറച്ച് പഠിച്ചേക്കണോണ്ട് പിന്നെ കോളം നമ്മൾക്ക് കുറച്ചും കൂടെ ഇത് ചെയ്യാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെറ്റീരിയ പഠിക്കാൻ നമ്മൾ നേരത്തെ പഠിക്കണ പോലെ മെറ്റീരിയ പഠിക്കാൻ ഇങ്ങനെ ഓരോന്നിന്റെ മെന്റൽ സിംറ്റം, ഫിസിക്കൽ സിംറ്റം, അങ്ങനെ പർട്ടിക്കുലർ അങ്ങനെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ പേഷ്യന്റിന്റെ ഏകദേശം ഏകദേശം അവരുടെ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾക്ക് ഒരു പോയിന്റിൽ എത്താൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യണതനുസരിച്ച് ഇപ്പൊ ഞാൻ ചില കേസുകൾ, അത് മിനറൽ കിങ്ഡം ആണെങ്കിലാണല്ലോ മിനറൽ കിങ്ഡത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അതല്ല അവരിൽ ആനിമൽ ആണ് വരണ അല്ലെങ്കിൽ പ്ലാന്റ് ആണ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ ഈ ആനിമൽ ഇത് വെച്ചിട്ട്, അതായത് മിനറൽ കിങ്ഡം വെച്ചിട്ട് നമുക്ക് റിസൾട്ട് കിട്ടൂല. അപ്പോ മിനറൽ കിങ്ഡം മാത്രം പഠിച്ചുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏകദേശം അവരുടെ സൂപ്പർ ക്ലാസ്സും മിനറൽ കിങ്ഡത്തിന്റെ റോയും വെച്ചിട്ട് നമ്മൾക്ക് ഏകദേശം ഒരു സ്ഥലത്ത് വരാൻ പറ്റും. അവിടെ നിന്ന് ലെഫ്റ്റോ റൈറ്റോ എന്ന് നോക്കിയിട്ട്, അതായത് ഈ പേഷ്യന്റിന്റെ റിയാക്ഷൻ അനുസരിച്ച് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് നോക്കിയിട്ട് നമ്മൾക്ക് അവിടം വരെ എത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ പ്രാക്ടീസിൽ ഇപ്പൊ അത് അപ്ലൈ ചെയ്തിട്ട് അത്യാവശ്യം നല്ല റിസൾട്ട് വരുന്നുണ്ട്. നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, കാരണം ഈ ഒരു ഇതുണ്ട്, മയാസ് നോക്കണം, അതുപോലെ ഈ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. കിങ്ഡം തന്നെ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, ഒരു ഭാഗത്തല്ല എത്തിയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. എന്തായാലും നമ്മൾ വിചാരിച്ച അത്രയും ബുദ്ധിമുട്ടില്ല, പക്ഷെ നല്ല ബുദ്ധിമുട്ടുമുണ്ട് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മളെ പ്രാക്ടീസിൽ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഓക്കെ ഡോക്ടർ, നമ്മളിപ്പോ മിനറലല്ലേ പഠിച്ചുള്ളൂ, പ്ലാന്റും എനിമലും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒന്നുകൂടെ ബെസ്റ്റ് ആവുമെന്ന് വിചാരിക്കും. അതെ അതെ ഇപ്പൊ നമ്മളാ മൊളുസ്ക തുടങ്ങിയതിന് ശേഷം നമ്മൾക്ക് കുറച്ചും കൂടെ മൊളുസ്ക അല്ലെങ്കിൽ ഒരു ആനിമലിനെ കൂടെ കുറച്ച് നമ്മൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പലപ്പോഴും മിനറൽസ്, എൻ്റെ ഒരു അറിവനുസരിച്ച് മിനറൽസ് എല്ലാവരിലും ഉണ്ടാവും. മിനറൽ ആ ഒരു ക്വാളിറ്റി എല്ലാവർക്കും കാണിക്കും. പിന്നെ അതിന്റെ മുകളിൽ പ്ലാന്റ് പോവുക അല്ലെങ്കിൽ ആനിമൽ വരിക ചെയ്താൽ മാത്രമാണ് നമ്മൾക്കൊരു പ്ലാന്റ് റെമഡി അല്ലെങ്കിൽ ആനിമൽ റെമഡി വരിക. ഒരു ബേസിക് മിനറൽ വളരെ അത്യാവശ്യമാണ്. ബേസിക് ആയിട്ട് നമുക്ക് അതിൽ നിന്നാലും കുറച്ച് റിസൾട്ട് ഒക്കെ കിട്ടും. ഞാൻ ഇപ്പൊ ചെറിയൊരു പ്രാക്ടീസിൽ ഞാൻ പലപ്പോഴും ടിഷ്യൂ റെമഡി അങ്ങനെ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മീൻസ് ഈ നമ്മളുടെ ഇപ്പൊ ഈ മിനറൽ ബേസിൽ നിന്നുകൊണ്ട് ചില കേസിൽ അവര് ആനിമൽ ആണെങ്കിലും നമ്മൾക്ക് ഒരു ടിഷ്യൂ റെമഡി സപ്ലിമെന്റ് പോലെ കൊടുക്കാൻ പോലും അത് ഹെൽപ്പ് ചെയ്യാൻ അത്യാവശ്യം നല്ല റിസൾട്ട് കാണിക്കണം. വേറെ എന്തെങ്കിലും ഡോക്ടർ എക്സ്ട്രാ പറയാനുണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അത് കിട്ടുന്ന കേസ് അതനുസരിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ ഡോക്ടർ, ശരി. ഓക്കെ, താങ്ക്സ്.